ഇങ്ങനെ പെറ്റ് പെറ്റ് പൂച്ച പേർന്ന പോലെ പെറ്റ് കൂട്ടുമ്പോ ആലോചിക്കണം. ചായ കേക്കണ്ട, ചീത്ത പറയും. അതെ അതന്നെ മേനും പറയിപ്പിക്കും. അതന്നെ നസ്രത്ത പറ്റുന്നുള്ളൂ. ഹേ ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ഇത് വേറെ വ്ളോഗ് ആക്കണ്ട, അതെല്ലാം തന്നെ ആഡ് ആക്കും. ഞാൻ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഇറങ്ങിയത്. നിങ്ങൾ കുറച്ച് നേരം ഇട്ടുള്ളൂ, പ്രഹസിക്കാൻ പറ്റിയില്ല. ഞാനൊരു കുട്ടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ആര് മൊഞ്ചനാ ഏ മുടിയൊന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ, സെറ്റാക്കാനുണ്ട്. എന്നിട്ട് ലുക്ക് ബാക്കില് സാധനങ്ങളാട്ടാ ഗൈസ്, നോക്കണ്ട ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് മാട്ടൂല് പോവാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതെല്ലാം പാത്തൂടെ അടുത്ത് പോയിട്ടുണ്ടായി. അപ്പോ ഇവിടെ വന്നത് ഞാൻ അറിയിച്ചിട്ടില്ല. ഇന്നലെ കാസർഗോഡ് പോയിട്ടാകുമ്പോൾ ഞാനും ശ്രദ്ധ കൂടെ റീൽ ചെയ്തിട്ടുണ്ടായി. അത് ഇട്ടപ്പോൾ അവൾ ചോദിച്ചായിരുന്നു. ഞാൻ ഒന്നും ഇടാണ്ടിരുന്നതാണ്, കാരണം അവൾ അറിയരുത് ഞാൻ വന്നതെന്നുള്ള രീതിക്ക്. അപ്പോൾ ഞാൻ ആ റീൽ ഇട്ടപ്പോൾ തന്നെ അവൾ ചോദിച്ചു എപ്പോഴാണ് ശ്രദ്ധ വന്നതെന്ന് ചോദിച്ചു എൻ്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞത് മുന്നത്തെ റീലാണ്, ഞാൻ ഡ്രാഫ്റ്റിൽ ഇട്ടത് ഇപ്പം ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കാട്ടാ. അപ്പോൾ എന്താണ് അവളുടെ റിയാക്ഷൻ എന്നൊക്കെ നമുക്ക് വ്ളോഗിൽ കാണാം. അപ്പോൾ ഞാൻ ഷോർട്സും ചെയ്യുന്നതായിരിക്കും. ഉറങ്ങണേ, നമുക്കിനി മാട്ടൂര് പോകാൻ. നമുക്കൊന്ന് ഫുഡ് കഴിക്കാണ്ട് ഒക്കെ കഴിക്കണം. വായ നോക്കി എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലത്തെ വായ നോക്കി വരില്ല. ഗിരിരാജൻ കോഴി. ഒരപ്പുറം ഒരു പെണ്ണ് വന്ന് നിർത്തിയിട്ട് പെണ്ണല്ല ആണോ പിന്നത്, അതൊരു പെൺകുട്ടി. അതെ അതെ അണച്ചുവെച്ചെന്ന് വിളിച്ചിട്ടേ പെണ്ണ് നോക്കി പറയും സഫൂനെ രക്ഷിക്ക് സഫൂ. ഞാൻ പറ ആ ഗിരിരാജൻ കോഴിനെ രക്ഷിക്കപ്പെന്ന് പറഞ്ഞു. കാണിക്ക്. ആ ഞാൻ പറഞ്ഞു എത്ര നേരം കോപ്രാൻ കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു വീഡിയോ ഓൺ ആക്കുമ്പോ ക്യൂട്ട്നെസ് തൂറുന്ന് പറഞ്ഞു. നീ തൂറ്റിച്ചല്ലേ ഞാൻ പറയാമേ എന്റെ കോപ്രായ കാണിക്ക് കാണിക്ക്. തൊള്ളയും കൊണ്ട് എന്തോ കാണിച്ചിട്ടുണ്ടായില്ല. ഇങ്ങനെയൊക്കെ ആ തുറന്നുണ്ട്. നമ്മള് പൊറോട്ട പൊറോട്ട വാങ്ങിച്ചിട്ടോ ഇവിടുന്ന് കഴിക്കാവാ. അപ്പൊ കറി ചോദിക്കുമ്പോ അവര് ചോദിക്കൂല കറി വേണ്ട. ഗൈസ് അപ്പൊ നമ്മള് പൊറോട്ട കഴിച്ചു കഴിഞ്ഞു. ഗൈസ് അതതിന് പിന്നെ നമ്മൾ ഒരു സ്വീറ്റ് തിന്നാന്ന് വിചാരിച്ചു. കണ്ടപ്പോ കൊതി, വയറൊക്കെ നിറഞ്ഞു. ചായ ഉണ്ടായില്ല, ഉച്ചയില്ലേ, അതുകൊണ്ട് ഗൈസ് ചെറുതായിട്ടൊന്ന് പണി വാളി. ചീച്ചേ നമ്മള് വെറുതെ പാത്രമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടല്ലോ. മെസ്സേജ് അയച്ചപ്പോൾ അവള് ഞാൻ എവിടെ എന്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാവുമ്പോ എവിടെ ഇല്ല, അവളവിടെ ഇല്ല. അവൾ ഹോസ്പിറ്റലിലോ ആണ്. ഡേറ്റ് പറഞ്ഞു, ഡെലിവറി ഡേറ്റ് പറഞ്ഞു 14-ാം തീയതി. അവളിപ്പോൾ ഇവിടെ ഇല്ല, ഹോസ്പിറ്റലിൽ എത്തിയെന്നാ പറഞ്ഞത്. വൈകുന്നേരം ആവും തിരിച്ചെത്തുമ്പോ എന്നാ പറഞ്ഞത്. 1 മണിയായിട്ടുള്ളൂ. റീച്ച് ആവുമ്പോ എന്ന് പറഞ്ഞെങ്കിൽ മേ ബി ഒരു 4 മണിയൊക്കെ ആയിരിക്കും വൈകുന്നേരം എന്ന് പറഞ്ഞെങ്കിൽ. അറിയില്ല, നേരത്തെ വന്നാൽ നല്ലത്. അപ്പൊ നമുക്ക് അവിടെ പോയി ഇരുന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാലോ അല്ലേ. ഗായ്സ് നമ്മളിവിടെ എത്തി. മറ്റേ ഇവിടെ ഇല്ല, കാരണം അവള് ഹോസ്പിറ്റലിൽ പോയേക്കാന്നാ പറഞ്ഞത്. കാരണം നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടായി. ഞാൻ ഇവിടെയെന്ന് പറഞ്ഞില്ല, മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെ എന്നൊക്കെ അങ്ങോട്ട് വിശേഷം ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് എവിടെ പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ വോയിസ് അയച്ചപ്പോൾ വണ്ടിയിലിരിക്കണ പോലെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി സർവീസ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളുടെ വീടിൻ്റെ അവിടെ എത്തി. അവിടെ അപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ കുറച്ച് മുന്നിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടിട്ട് നടക്കേട്ടോ. വെയിലുണ്ട് നല്ല. വൈകുന്നേരം നമുക്ക് ബീച്ചിൽ ഇറങ്ങാമല്ലോ. ഞാൻ ഇറങ്ങാം വിചാരിക്കുന്നു, കുറേ നാളെ ഇറങ്ങിയിട്ട്. അപ്പോൾ അവൾ വീട്ടിലില്ല. അപ്പോൾ അവളുടെ അനിയത്തിയുണ്ട്, കുട്ടിയുണ്ട്, ഉമ്മമ്മ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വരുമ്പോൾ സർപ്രൈസായിട്ട് നമുക്ക് ഈ വീഡിയോ എടുക്കാം. അതൊരറിയാതെ ഇരിക്കട്ടെ. അവളുടെ കുഞ്ഞുമ്മ ഇപ്പോൾ അവിടെ നിന്ന് കണ്ട്, അപ്പോൾ ടാറ്റയൊക്കെ തന്നു. ഓക്കെ, വീട്ടിലേക്ക് ഇറങ്ങാം. എവിടെ
ജി അസ്സലാമു അലൈക്കും. ഇത് ഞാന് ക്യാപ്ഷൻ ഇട്ടോളും. ഗൈസ് അപ്പം നമ്മൾ ചായ ഒക്കെ കുടിച്ചത് ആ ബീച്ചിലേക്ക് നടക്കുകയാണ് ഗൈസ്. ഇതാ പിന്നെ വീണ്ടും നമ്മൾ കാണുന്നു. യെസ് ഗൈസ്, നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. യെസ്, ഡേറ്റ് ആയി സത്യം പറഞ്ഞെങ്കിൽ. ഇപ്പോൾ ഡെലിവറിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് ഡെലിവറി വ്ളോഗും കൂടി കാണാം. എന്താ പേര് മറന്നു? ആഷ്നി. ചിലപ്പോ സെമീർ വിളിക്കുമ്പോഴേക്കാണ് നെറ്റ് ഓഫ് ഉണ്ടാവും. ഗൈസ് അമ്മ നമ്മള് പട്ടം വാങ്ങി ഗൈസ്. ഇതെന്ത് പെണ്ണാണുള്ളതാ വാങ്ങിച്ചത്? ആ പട്ടം പറപ്പിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇതേ നമ്മളെ പട്ടതാ, ഇതാണ് നമ്മളെ പട്ടം. എടാ കൊടുക്കല്ലേ കുഞ്ഞി കുഞ്ഞി, ആ കുഞ്ഞിയെ കൊണ്ട ഞാൻ എടുക്കട്ടെ വീഡിയോ. റോളിംഗ് ആണ്. ഗൈസ് അങ്ങനെ നമ്മൾ പട്ടം താഴ്ത്തി ഗൈസ്. അല്ല കുറച്ച് പറത്തിയില്ലേ? ആര് പറത്തി? എപ്പം പറത്തി? മേനു ഗായ്സ് നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങലായി. നമ്മൾ ചുമ്മാ ബീച്ചിൽ പോയി കല്ലുമ്മക്ക് തിന്നിട്ടുള്ളൂ. അതിന് സമയം കാരണം മേനുവിന് കുറച്ച് ഉറക്കക്ഷീണം ഉണ്ടായി. ഉച്ചക്ക് വന്നിട്ട് ഉറങ്ങി, കുഞ്ഞും മേനും ഉറങ്ങി. ഇവനും ഒന്നും ഉറങ്ങിയേയില്ല. വണ്ടിയിൽ നിന്നാണ് കുറച്ച് ഉറങ്ങിയതല്ലാണ്ട്. അപ്പം അവനെ ഉറക്കി കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. അരമണിക്കൂർ പോലും ഉറങ്ങിയില്ലാന്ന് തോന്നണു. 10 മിനിറ്റ് ഉറങ്ങിയതുണ്ടാവും. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ റിട്ടേൺ പോവുകയാണ് ഗൈസ്. പാത്തോടത്തുനിന്നൊക്കെ അമ്മ വിട്ട് പറഞ്ഞു. അവൾക്ക് ഡേറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. ഡെലിവറി ആയെങ്കിൽ നമ്മൾ ഇൻഷാല്ലാ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ? അല്ലേ? അപ്പോൾ ചാർജ് ഓൾറെഡി തീർന്നു അതാട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തെറ്റിപ്പോയി, കോമൻറ്റ് എന്നാണ് പറയൽ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.